ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എന്റെ. അവരിങ്ങനെ വല്യപ്പ മരണപ്പെട്ടു കിടക്കുമ്പോ, ഉപ്പ മരണപ്പെട്ടു കിടക്കുമ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൾ, അല്ലേ? അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരാളുടെ പദവി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുമെന്നാണ്. എന്താണ്? ബിസ്തിഗ്ഫാരി വലദിഹി ലഹു. അവന്റെ മകൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, പടച്ചോനെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണം കേട്ടോ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണം, അവർക്ക് അവരുടെ അടിയില്ല എന്ന് പറഞ്ഞ് മകൻ തുറക്കണം. ആ മകൻ തുറക്കുന്ന അവസരത്തിൽ അള്ളാഹു സ്വർഗത്തിൽ ഉമ്മയുടെ ഉപ്പയുടെ ദറജ പദവി ഇങ്ങനെ അധികരിപ്പിച്ചു കൊടുക്കും. എന്തൊരു വലിയ സംഭവമാണ്, അല്ലെ? അങ്ങനെ പഠിപ്പിച്ച ദീനാണ് നമ്മുടേത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. പിന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅ നമ്മൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കർത്തവ്യങ്ങൾ ഒരുപാടുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുക, ഇതൊക്കെ പ്രതിഫലാർഹമാണ്. നമ്മള് പറ്റുകയാണെങ്കിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് അതിനപ്പുറം സൂറത്ത് മുസമ്മിലൊക്കെ ഒന്ന് ഓതുക. മുസമ്മിൽ സൂറത്തൊക്കെ സുബഹിസ്കാര ശേഷം ഓതുന്നത് നല്ലതാണ്. കുടുംബജീവിതമൊക്കെ ഐശ്വര്യം ഉണ്ടാവാൻ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തന്നെ ഉത്തരം ഉണ്ടാവാനും അതൊക്കെയാണ്. പിന്നെ ചൊല്ലിയിട്ട് നമ്മൾ മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് നമ്മളെ മനസ്സൊന്ന് ഖാലിയാക്കി അള്ളാഹുവിനോട് പറഞ്ഞാലുള്ള സന്തോഷം എത്രയാണ്. പിന്നെ ജോലിക്ക് പോകാനൊരു സന്തോഷം ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ വെറുതെ മക്കൾ ഉണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ ഗസാലി ഇമാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ സഹോദരൻ അഹമ്മദ് എന്നവരെ മഹാപണ്ഡിതനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. രണ്ടു പേരുടെയും ഉയർച്ചയ്ക്ക് പിന്നിൽ മഹാനായ ഇമാം ഗസാലി തങ്ങളുടെയും ഇമാം അഹമ്മദ് തങ്ങളുടെയും ഉയർച്ചയ്ക്ക് പിന്നിലും വളർച്ചയ്ക്ക് പിന്നിലും പിതാവിന്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂടാതെ കാർഡ്, കവർ, പേന, കത്തിയും മിസ്വാക്ക്, കണ്ണട, മറ്റു ചില്ലറ പൈസയും. ഖുർആനിനോട് ബഹുമാനം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തഴവസ്ഥാന്ന് രേഖപ്പെടുത്തണത്. ഖുർആന്റെ മേലെ എന്ത് വെക്കുക? ചില്ലറ പൈസ വെക്കുക, പേന വെക്കുക, എന്ത് വീടി വെക്കുക. അല്ല, മുമ്പേ അതൊന്നുകൂടി അധികരിച്ച് പറയാം. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട ആ ഒരു അദബാണ്, അതൊക്കെ അച്ചടക്കാണ്. അതൊക്കെ നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മളും നോക്കണം. കുട്ടികളും അതിനെ ശ്രദ്ധിക്കാൻ വേണ്ടി പര്യാപ്തമാക്കണം. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വിഷയങ്ങൾ, കുട്ടിയുടെ വിഷയങ്ങൾ ഉമ്മ എടുത്തു കൊടുക്കാൻ. ജനാപത്തുകാരനായി വരുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം. ഇത് നിർബന്ധമായി ഞാൻ കുളിക്കുകയാണ് എന്നുള്ള നിയ്യത്ത് വെച്ചിട്ട് കുളിക്കണം. അതിനൊക്കെ മറക്കുകയാണ് നമ്മള്. അങ്ങനെ വരുന്ന സമയത്ത് ശേഷമുള്ള നിസ്കാരത്തിന്റെ അവസ്ഥക്കാലോചിച്ച് നോക്കൂ. ഇതൊക്കെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കണം, ദീനീ കാര്യങ്ങൾ പഠിപ്പിക്കണം. ഇതിനൊക്കെ ഒന്നാലോചിച്ചു, ഇതിനൊക്കെ നമ്മൾ മദ്രസയിലേക്ക് വിടുകയാണ് കുട്ടികളെ. അങ്ങനെയൊക്കെ എത്തുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ. ഖുർആനിലേക്ക് തന്നെ വരാം. ഖുർആൻ കലാമുല്ലാഹിയാണെന്നോർക്കണേ, അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. മുസ്ഹഫ് നീ നോക്കാതിയാൽ ഫലമായിരം, അത് നോക്കിയോതലിലുണ്ടോ 2000. നോക്കാതെ മുസ്ഹഫ് ഓതുകയാണെങ്കിൽ 1000 കൂലിയാണെങ്കിൽ നോക്കി ഓതിയാൽ 2000 പ്രതിഫലം അല്ലാഹു തരും. അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സൂറത്തുകളൊക്കെ നമുക്ക് മനഃപ്പാടുണ്ട്. നമുക്ക് ഓതാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഓതാൻ പറ്റുന്ന, നമുക്ക് അറിയുന്ന ഒരുപാട് സൂറത്തുകളുണ്ട്. അതൊന്നും വിശദീകരിച്ച് ഞാൻ പറയല്ല. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് എത്ര പ്രതിഫലം! നമുക്ക് മനഃപ്പാടാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊക്കെ. ഒരാള് വീട്ടിലേക്ക് ചെല്ലുമ്പോ വീട്ടിൽ ആരുമില്ല, നമ്മൾ എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ട് വീടുകൾ തുറക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തുണ്ടാകാൻ വേണ്ടി പ്രത്യേകമായി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന്, ഒരു സഹാബി ഇങ്ങനെ ജീവിത ക്ലേശമാണ് റസൂലേ, ഒരു പണിയൊന്നും ബറക്കത്തില്ല, ജീവിതത്തിലൊക്കെ ആകെ പ്രയാസാണ്, ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹാരമായി കൊടുത്തതാണ്. ഒന്ന് സലാം പറഞ്ഞു കയറുക, രണ്ടാമത്തത് ഒരു ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അനുധാവനം ചെയ്യാലോ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം നിസ്കാരമാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ബദ്ധശ്രദ്ധരാവൽ അത്യാവശ്യമാണ്. 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട സമൂഹമാണ് മുസ്ലിം സമൂഹം. ളുഹ്ർ നിസ്കരിക്കണം, അസ്ർ നിസ്കരിക്കണം, മഗ്രിബ്, ഇശാ, സുബ്ഹ് നിസ്കരിക്കണം. നമ്മൾ നിസ്കരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മക്കളിലേക്ക് അതിന്റെ തുടർച്ചയുണ്ടാവുകയുള്ളൂ. അങ്ങനെ തുടർച്ചയുണ്ടാവുകയുള്ളൂ. ഏത് പ്രതിസന്ധി വരുന്ന സമയത്തും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏത് ഒരാൾക്ക് കണ്ണങ്ങട്ട് തുറക്കാനേ സാധിക്കുള്ളൂ. വേറെ ജീവിതത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവൻ കിടപ്പിലാണ്. അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ മതം പഠിപ്പിക്കാൻ പ്രയാസപ്പെടുത്താനല്ല, നിസ്കരിക്കണം എന്ന് നമ്മുടെ മതം പഠിപ്പിച്ചു.